ഒരു കുട്ടിയുടെ അതിമനോഹരമായ ഇസ്ലാമിക പ്രഭാഷണം ഒന്ന് കേൾക്കാം നമുക്ക്. എല്ലാറ്റിൻ്റെയും അവസാനം അത് മദീനയാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറയുന്നു, അൽ ഈമാനു യുഹരിസു മിനൽ മദീന കമാ തുഹരിലു ഹയ്യത ഇലാ ജുഹരിഹാ. ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ മുഅ്മിനീങ്ങളെല്ലാം മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ആ പറുദീസയിൽ അണഞ്ഞവരെല്ലാം മുത്തങ്ങ സോപാനങ്ങളിൽ വിരാജിച്ചുപോയി. അതിമനോഹരമായ പ്രഭാഷണം. ഈ കുട്ടിയുടെ പ്രഭാഷണം വളരെ അർത്ഥവത്താക്കുന്ന ഒരു പ്രഭാഷണമാണ്. ഇസ്ലാം മത വിശ്വാസികൾ ഈ ലോകത്തിലെ സർവ്വ സുഖാനുഭൂതികൾ മാറ്റിവെച്ചുകൊണ്ട് പരലോകം എന്ന അല്ലെങ്കിൽ രണ്ടാമത്തൊരു ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഈ ബാഹ്യമായ എല്ലാ സുഖ അനുഭൂതികളോടും വിട പറഞ്ഞുകൊണ്ട് പരലോകത്തേക്കുള്ള നന്മയ്ക്ക് വേണ്ടി ഇവിടെ ആഹോരാത്ര പണിയെടുക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. എന്താണ് ഇവിടെ പണി? ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന മറ്റുള്ള ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നാലാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാൾക്കും ശല്യവുമില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ പരലോകം എന്നൊരു ലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന സുഖാനുഭൂതികൾ വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ. ആ ഇസ്ലാം മത വിശ്വാസികൾക്ക് എങ്ങനെ ഒരാളെ കൊല്ലാനാവും, എങ്ങനെ തീവ്രവാദം ചെയ്യാനാവും? നാറികളായ ഇസ്ലാം നാമധാരികൾ ചെയ്യുന്ന തെറ്റ് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസത്തെ അനുശാസിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ തലമേൽ കെട്ടിവെക്കാൻ വരരുത്. കാരണം അവരാരാധിക്കുന്ന ദൈവമായ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്? നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു, നിങ്ങൾ നന്മ മാത്രം ചെയ്യുക, തിന്മയെ നിങ്ങൾ നോക്കി കാണുക പോലും ചെയ്യരുത് എന്ന കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അവർക്ക് എങ്ങനെ തീവ്രവാദികളാകാൻ കഴിയും? ചില ഹിന്ദുത്വ വർഗീയവാദികൾ പറയാറുണ്ട്, മദ്രസ കുണ്ടന്മാർ, മദ്രസ പൊട്ടന്മാർ. എന്നാൽ ആ നാറികളോട് ഒരു ഉത്തരമേയുള്ളൂ, മദ്രസയിൽ പോയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇസ്ലാം സമൂഹം സത്യസന്ധമായ രീതിയിൽ ജീവിക്കുന്നത്. സ്വന്തം മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെ മരിക്കുന്നത് വരെ സുഖസുന്ദരമായി അവരെ പരിപാലിക്കുന്നു. ഹിന്ദുത്വ വർഗീയവാദികളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മദ്രസയിൽ പോയതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം മത വിശ്വാസികളുടെ മാതാപിതാക്കൾ സുഖസുന്ദരമായി അവരുടെ വീട്ടിൽ ജീവിക്കുന്നത്. ഓരോ ഇസ്ലാം മത വിശ്വാസിയുടെയും വീട്ടിൽ വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മാതാപിതാക്കളോട് അവിടെയുള്ള മക്കൾ കളിതമാശ പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ട് അവരെ പൊന്നുപോലെ പരിപാലിക്കുന്നു. ഇതാണ് ഇസ്ലാം മത വിശ്വാസികൾ. ഇതെല്ലാം അവർ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ്. കേരളത്തിലെ വൃദ്ധസദനം പരിപാലിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ വാക്കുകൾ കേൾക്കാം. എനിക്കിതിലെ അനുഭവം എടുത്തു പറയാനുള്ള 25 വർഷത്തെ ഈ പൊതു സേവനം അല്ലെ ഈ പൊതു പ്രവർത്തനത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ്? അതായത് എനിക്കൊരു ഉമ്മായെ വാപ്പായെ എൻ്റെ അനാഥ മന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അതല്ലേ? അതായത് മുസ്ലിം കുടുംബത്തിൽ. അതാണ് വാപ്പായി ഉമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ആ വാപ്പായി ഉമ്മാനെ എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ആരും തേടി വന്നിട്ടുമില്ല. തികച്ചും ഹിന്ദുക്കളായ വൃദ്ധ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ നോക്കാം. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ പോലും ഇവിടെ വൃദ്ധസദനത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. മൂഢരായ ഹിന്ദുത്വ വർഗീയവാദികളെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മതം ഏതാണോ ആ മതത്തിൻ്റെ അടിസ്ഥാനപരമായ ഗ്രന്ഥം ഏതാണ് ആ ഗ്രന്ഥം നിങ്ങൾ ചെറുതിലെ പഠിക്കുക. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് പരസ്പരം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ആ മതഗ്രന്ഥത്തിൻ്റെ പഠിത്തം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഹിന്ദുത്വ വർഗീയത തലയിൽ നിറച്ചുകൊണ്ട് നടക്കുന്നത്.